അതിജീവന കല മാത്രമായിരുന്നു സിനിമ ആ പെൺകുട്ടിക്ക്. നല്ല നടി എന്ന പേരിനപ്പുറം നല്ല ജീവിതം എന്ന മനക്കണക്കിൽ ഇൻഡസ്ട്രിയിൽ ഒരിടം മോഹിച്ചവൾ. ബാംഗ്ലൂർക്കാരിയെങ്കിലും നഗരജീവിതത്തിന്റെ വേഗച്ചിറകുകൾ അന്യമായ അവളെ തേടി ഒരു ദിവസം ഒരു സ്ത്രീയെത്തി. നാഗമ്മയെന്ന് സ്വയം പരിചയപ്പെടുത്തി അവർ അവൾക്ക് മുമ്പിൽ വാചാലയായി. ദൂരെ നിന്ന് സിനിമയെ കണ്ടു മോഹിക്കുന്നതിൽ എന്തർത്ഥം? നീ സുന്ദരിയാണ്, നിന്റെ നിറം, അതരവശ്യത, കണ്ണുകളിലെ കാമനകളുടെ ചൂണ്ട, എല്ലാം തികഞ്ഞൊരു നടിയുടേത്. എന്റെ കൂടെ വരുമെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് ഞാൻ നിന്നെ സൗത്ത് ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ഹീറോയിനാക്കും. നാഗമ്മയുടെ മനസ്സ് മയക്കും വാക്കുകളിൽ ഹീര എന്ന ആ പെൺകുട്ടി വീണു. ഒരു നിമിഷം മനസ്സ് സങ്കല്പ സാമ്രാജ്യത്തിലെ താരറാണിയായി വിരാജിച്ചു. ഞാൻ വരാം, അല്ല വരുന്നു. ആ നിമിഷം നാഗമ്മ എന്ന ആ അജ്ഞാത വനിത അവൾക്ക് ആയയായി, സംരക്ഷകയായി, സിനിമയിലേക്കുള്ള ചൂണ്ടുപലകയുമായി. നാഗമ്മയുടെ കൈപിടിച്ച് മലയാളത്തിലെത്തിയ ആ പെൺകുട്ടിയെ ഇന്നും മറന്നിട്ടില്ല മലയാളി. ഹീരയായി, അതിലപ്പുറം മല്ലു ദേവികയായി അവൾ ഇന്നും പല മലയാളികളുടെയും രാക്കിനാവുകളിലെ മാതക സാന്നിധ്യം. വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ. ഇത് ദേവികയുടെ കഥ. നാഗമ്മയുടെ ചിറകുകൾക്ക് കീഴെ ദേവിക പുതിയ ആകാശം കണ്ടു. കന്നഡത്തിൽ അടുപ്പിച്ചടുപ്പിച്ചു ചെറുകിട ചിത്രങ്ങളിൽ അല്പസ്വല്പം ഗ്ലാമറസ് ആകേണ്ടി വന്ന തിരിച്ചറിയപ്പെടുന്ന വേഷങ്ങൾ ദേവികയുടെ നായികാമോഹം ഒന്നുകൂടി ജ്വലിപ്പിച്ചു. മദുരാശിയിൽ നിന്ന് സാൻഡൽവുഡിലേക്ക് ഭാഗ്യം തേടി ശശികല എന്നൊരു പെൺകുട്ടി നാഗമ്മയിൽ ചേരുന്നത് ഇക്കാലത്ത്. ഗ്ലാമറസ് ആകാൻ കൂസലിനെ തയ്യാറായിട്ടും തമിഴകം തന്നെ സ്വീകരിക്കാത്തതിലുള്ള ദുഃഖഭാരവും പേറിയാണ് ശശികല നാഗമ്മയെ തേടിയെത്തിയത്. ഹീരയും ശശികലയും അങ്ങനെ ആത്മാർത്ഥ കൂട്ടുകാരികളായി. അങ്ങനെ ഒരു ദിവസം നാഗമ്മ ആ സന്തോഷ വാർത്ത ഇരുവരെയും അറിയിച്ചു. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ഷക്കീലയുടെ ചിത്രത്തിൽ നിങ്ങൾ രണ്ടുപേർക്കും ഉപനായികാ വേഷം, വേഗം റെഡിയായിക്കോളൂ. ഷക്കീലയും കൂട്ടരും മലയാളത്തിലുണ്ടാക്കുന്ന തരംഗത്തെക്കുറിച്ച് ബോധ്യമുള്ള ഹീരയും ശശികലയും അങ്ങനെ ഒരുമിച്ച് ആദ്യ മലയാള ചിത്രം ചാരസുന്ദരിയുടെ ലൊക്കേഷനിലെത്തുന്നു. പിന്നാലെ നിഴൽ പോലെ നാഗമ്മയും. ഗ്ലാമർ റാണി ഷക്കീല ആക്ഷൻ റാണിയാവുന്നു എന്ന പരസ്യ കോലാഹലത്തോടെ ഷൂട്ടിംഗ് തുടങ്ങിയ ചാരസുന്ദരിയിൽ മുടി ബോയ് കട്ടടിച്ച് റഫ് ആൻഡ് ടഫ് ലുക്കൊക്കെയായി ഒരു പുതിയ ഇമേജിന് ഷക്കീല ശ്രമിച്ചു. പക്ഷേ അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി ചാരസുന്ദരി വിധിയെഴുതപ്പെട്ടപ്പോഴും ചെറിയ വേഷത്തിലെത്തിയ ഹീരയുടെ കിടയറ്റ ഗ്ലാമർ പ്രദർശനം കാണേണ്ടവർ കണ്ടു. മങ്ങിത്തുടങ്ങിയ ഷക്കീല തരംഗത്തിൽ അങ്ങനെ പുതിയ പ്രത്യാശാ കിരണമായി ഹീര മാറി. ചാരസുന്ദരി ചെയ്യുമ്പോൾ നൽകിയ അഭിമുഖത്തിൽ ആദ്യ മലയാള പടത്തിൽ തന്നെ നമ്പർ 1 നടിയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ്. അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ സിനിമ സൂപ്പർ ഹിറ്റ് ആകുമെന്ന് ഹീര അഭിപ്രായപ്പെട്ടിരുന്നു. ആ പ്രഡിക്ഷൻ തെറ്റിയെങ്കിലും കൈ നിറയെ സിനിമകൾ 2001 മലയാള സിനിമ അവർക്ക് നൽകി. ഒപ്പം ദേവിക എന്ന മനോഹരമായ പേരും. യാമിനിയിലെ ഷക്കീലയുടെ കൂട്ടുകാരി മിനിയിലൂടെ UC റോഷനാണ് ആദ്യ സൂപ്പർ ഹിറ്റ് ദേവികയ്ക്ക് നൽകുന്നത്. ഉസ്മാനുമൊത്തുള്ള പ്രണയരംഗങ്ങൾ ചിത്രത്തിൽ നടി ഭംഗിയാക്കി ഒന്നാം തരം ബി ഗ്രേഡ് മെറ്റീരിയലാണെന്ന് തെളിയിച്ചു. സുഭദ്ര മേനോനായി മറിയ, നിറഞ്ഞു നിന്ന സുന്ദരി പൂക്കളിൽ റോസിയായി കിട്ടിയ അടുത്ത അവസരവും ദേവിക മാക്സിമം മുതലാക്കി. പ്രിയയായെത്തിയ സാക്ഷാൽ സിന്ധു പോലും ദേവികയുടെ ആരെയും കൂസാത്ത പ്രകടന മികവിനു മുമ്പിൽ സുന്ദരി പൂക്കളിൽ അപ്രസക്തയായത് ചരിത്രം. ഷക്കീല, മറിയ, ഹീര ടീമിൻ്റെ സമ്പൂർണ്ണ പിന്തുണയോടെ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ അഗ്നിപുഷ്പത്തിലെ ഹീരയുടെ ജയിൽപ്പുള്ളിയെ സിനിമ കണ്ടവർ മറക്കില്ല. മലയാളത്തിലെ ദേവികയുടെ ഗോൾഡൻ ഇയർ 2002 ലെവൽ ക്രോസിലെ മാദകസുന്ദരി റോസിയിലൂടെ രേഷ്മയടക്കമുള്ള പൊൻ താരങ്ങൾക്ക് നടി ചെക്ക് വെച്ച വർഷം. ലോറിക്കാരനുമായുള്ള റോസിയുടെ ലവ് മേക്കിംഗ് സീനുകൾ അന്നത്തെ ഇത്തരം സിനിമകളുടെ ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ഓളം. ദീപ്തത്തിലെ ഇന്ദുവാണ് ദേവികയുടെ 2002 മറ്റൊരു ജനപ്രിയ വേഷം. ശിശിരത്തിലെ രതിയിലൂടെ മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തും നടിയെ പോപ്പുലറാക്കിയ റോഷൻ തൊട്ടടുത്ത ചിത്രം ഇനിയൊരു ജന്മത്തിലെ നിമിഷയിലൂടെ നടിക്ക് അഭിനയിക്കാനും അറിയാമെന്ന് പ്രേക്ഷകനെ കാണിച്ചു കൊടുത്തു. ഷക്കീലയും ഹേമയും കളം നിറഞ്ഞാടിയ ആലിംഗനം, മോഹൻ തോമസിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം അസുരയുഗവും സൂപ്പർ ഫ്ലോപ്പ് ചിത്രം വാണിഭവും, മാളവിക എന്ന കാട്ടുപെണ്ണായി രേഷ്മ തകർത്തഭിനയിച്ച വൈശാഖി, ചിത്രകാരനായ യുവാവിൻ്റെ രതിജീവിതത്തിൻ്റെ കഥ പറഞ്ഞ UC റോഷന്റെ എന്ന് സ്വന്തം 10ഓളം ചിത്രങ്ങളിലാണ് 2002 ദേവിക പ്രത്യക്ഷപ്പെട്ടത്.
ഗ്ലാമർ നായികമാരുടെ ഇടയിൽ സ്വന്തമായൊരു ആരാധക വൃന്ദം ദേവികയ്ക്കുണ്ടായി തുടങ്ങുമ്പോഴാണ് മീശമാധവനിലൂടെ ദിലീപ് തരംഗം തുടങ്ങുന്നതും ഇത്തരം സിനിമകളുടെ ധാര നിലച്ചു പോകുന്നതും. ഇനി ഈ വർഷം ചുവന്ന മഴയില്ല, നീലമഴയില്ല എന്നായിരുന്നു മീശമാധവന്റെ പരസ്യവാചകം തന്നെ. അലയടങ്ങിയ നീലത്തരംഗത്തിൽ ദേവികയുടെ താരമോഹങ്ങളും അങ്ങനെ പൊലിഞ്ഞു. കന്നഡ സിനിമയിലേക്ക് ഒരു തിരിച്ചുപോക്കിന് നടി ശ്രമിച്ചെങ്കിലും മലയാളത്തിലെ ഇമേജ് അവിടെയും ദേവികയെ വേട്ടയാടി.